നമ്മൾ പറഞ്ഞല്ലോ, റബ്ബാനികളായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനുണ്ടായിരിക്കില്ല. സമൂഹത്തിൻ്റെ റോൾ മോഡലുകളായിരിക്കും അവരെന്ന്. ദാറുൽ ഹുദയിൽ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതനായി സമസ്തയുടെ കാര്യദർശിയായി തിരഞ്ഞെടുക്കപ്പെട്ട സൈനുൽ ഉലമ, അദ്ദേഹത്തിൻ്റെ റൂമുണ്ടായിരുന്നത് എല്ലാ കുട്ടികളും ഇറങ്ങി വരുന്ന കോണിയുടെ നേരെ അഭിമുഖമായിട്ടായിരുന്നു സൈനുൽ ഉലമയുടെ റൂമുണ്ടായിരുന്നത്. എല്ലാവരും കയറി വരുമ്പോഴേ നേരെ ആ റൂമുക്ക നോക്കുക. അങ്ങനെ ആ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ, ആ കോണിയുടെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ആ റൂം. തൊട്ടടുത്തുള്ള റൂം ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ റൂമാണ്. ഈ രണ്ട് റൂമും വാതിൽ എല്ലാ സമയത്തും തുറന്നെടുക്കലും. ഉസ്താദ് അതിലുണ്ടെങ്കിൽ ആ വാതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ 4 പൊളിയും തുറന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ 2 പൊളി എന്തായാലും തുറന്നിട്ടുണ്ടായിരിക്കും. ഉസ്താദിനെ ഞങ്ങൾ എല്ലാ സമയത്തും കാണാറ്. ഒന്നിരിക്കൽ ആർക്കെങ്കിലും ഫത്വ പറഞ്ഞു കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദ് ഇരുന്ന് ദിക്ർ അങ്ങനെ ചെല്ലുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നേരെ കോണി ഇറങ്ങി വരുന്നവിടെ തന്നെ കസാര ഇട്ടിട്ട് ഇതിന് ദിക്റിലുണ്ടാവും. അല്ലെങ്കിൽ വാതിലൊക്കെ തുറന്നിട്ട് റൂമിൽ അവിടെ ഇന്ന് ദിക്റിലുണ്ടാവും. വാതിൽ കുറഞ്ഞൊന്നിങ്ങനെ ചാരൽ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചിലപ്പോൾ സുന്നത്തുകൾ ആ റൂമിൽ വെച്ച് നിസ്കരിക്കാറുണ്ട്. ആ സമയത്താണ് കേരളത്തിൽ ഇത്രയും തലയെടുപ്പുള്ള ഈ 2 പണ്ഡിതന്മാരും സ്വകാര്യമായ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ, എല്ലാവരും വന്ന് കാണുന്ന, എല്ലാവരും നോക്കിയാൽ വേഗം കാണുന്ന റൂമാണ് എൻ്റെ റൂം. ഈ റൂം എനിക്ക് പറ്റൂല, വേറെ ഒരു കുറച്ച് ഒഴിഞ്ഞൊരു റൂം എനിക്ക് വേണം എന്ന് അവർ രണ്ടുപേരും ആവശ്യപ്പെട്ടില്ല എന്നുള്ള. ആ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാന ഉസ്താദുമാരാണ് അവർ. ഉസ്താദിന് ഒരിക്കലും അങ്ങനെ ഒരു അലോസരമായിട്ട് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ എല്ലാ കുട്ടികളും വരുമ്പോൾ എൻ്റെ റൂമിൽ നോക്കിക്കൊണ്ടാണ് വരുന്നത് എന്നൊരു അലോസരമായിട്ട് ഉസ്താദിന് തോന്നി. കാരണം ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. മറ്റു മനുഷ്യന്മാരറിഞ്ഞാൽ പേടിക്കുന്ന ഒരു കാര്യവും ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. എൻ്റെ കമ്പനിയിൽ വലിയ വലിയ മുതിർമാർ, അവർക്ക് സ്വന്തമായ റൂമുകളുണ്ട്. ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ആരെങ്കിലും അവരെ കമ്പ്യൂട്ടറോ മറ്റോ നോക്കുമെന്ന് കണ്ടിട്ട് അവിടെ ഒരു പേപ്പർ ഒട്ടിക്കും, ആ ഭാഗത്ത് പേപ്പർ ഒട്ടിച്ചു. അങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നത്. സ്വകാര്യ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കൊടുക്കാൻ പേടിക്കുന്നവരാണവർ. സമൂഹത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വലിയ മഹാന്മാരായിട്ട് എല്ലാവരും പുകഴ്ത്തുന്ന ആളുകളുണ്ട്. അവരൊന്നും അവരുടെ സ്വകാര്യ ജീവിതം ഇതുപോലെ സമൂഹത്തിന് തുറന്നു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ തുറന്നു കൊടുത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഇതുപോലെ അങ്ങോട്ട് തുറന്നിട്ടത് പണ്ഡിതന്മാർ, റബ്ബാനികളായ പണ്ഡിതന്മാരുടെ സ്വഭാവമാണത്. മറ്റൊന്ന്, ഇവരാരും തന്നെ അവരുടെ ചുറ്റും ഒരു ദിവ്യമായ ഒരു പ്രഭ സൃഷ്ടിച്ച് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഉസ്താദിന് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഒരു പ്രത്യേക പരിവേഷത്തോടു കൂടെ ജീവിക്കാമായിരുന്നു. കോളേജിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ 4 കുട്ടികളെ ഒപ്പൊക്കെ നിർത്തി അങ്ങനെ പള്ളിയിലേക്ക് വരിക, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നു, അങ്ങനെ വരിക, ഒരുപാട് ഖാദിമീങ്ങളെ ഒപ്പം നടക്കുക, ഉസ്താദിൻ്റെ കറാമത്തുകളും മറ്റൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകളെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്ത് തന്നെ മുസ്ലിമീങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകന്മാരായ പണ്ഡിതന്മാർ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുറച്ച് കറാമത്തുകളൊക്കെ അവരെ മുഖേന പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പബ്ലിസിറ്റി കിട്ടുമായിരുന്നു. തൽസമാത്മ സംബന്ധമായ കിതാബുകൾ ഓടക്കൽ ഉസ്താദിൽ നിന്ന് ഓതി പഠിച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവർകൾ, സൈനുൽ ഉലമ. അതിലെ ചില കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഉസ്താദിന് അങ്ങനെ ഒരു ശ്രമം നടത്താമായിരുന്നു, നടത്തിയില്ല. ശിഷ്യന്മാരുടെ മുന്നിൽ ആളുകളെ വെച്ച് പ്രചരിപ്പിച്ചിട്ടില്ല. ഹൈദ്രോസ് ഉസ്താദ്, ഞങ്ങൾ കണ്ട ഹൈദ്രോസ് ഉസ്താദ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചില്ല.
അവരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു, സമൂഹം വല്ലാതെ ആദരിച്ചിരുന്ന ആളുകളായിരുന്നു. അവരെ നമ്മൾ കാണിച്ചു തന്ന അവരുടെ ജീവിതം മാത്രം. പള്ളിയിൽ ഉസ്താദുമാർക്കായിട്ട് ഈ 3 ഉസ്താദുമാരെ ഞാൻ പറയുന്നു, അവർക്കായിട്ട് പള്ളിയിലെ മുന്നിലെ സൊഫില് സ്ഥലം ഒഴിച്ചിടാറുണ്ടായിരുന്നില്ല. എവിടെയാണോ അവർ എത്തിയ സമയത്ത് എവിടെയാണോ അവിടെ ഇരുന്ന് അവർ നിസ്കരിക്കും. ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൽ അത്രമാത്രം ആദരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. പക്ഷേ മുന്നിലെ സൊഫിൽ അവിടെ അങ്ങനെ സ്ഥലങ്ങൾ ഒഴിച്ചിടാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതെനിക്ക് വേണമെന്ന് വാശി പിടിക്കാറുണ്ടായിരുന്നില്ല. കുട്ടികളെ കൂടെ ഇരുന്നു, അവരുടെ ഒപ്പം ഏതെങ്കിലും ഒരു സൊഫിൽ നിന്ന് അവർ ഉസ്താദ് നിസ്കരിക്കുന്നു, മറ്റുസ്താദുമാരെ പോലെ തന്നെ അവിടെ ജീവിക്കുന്നു. അവരുടെ ഇബാദത്തും അവരുടെ അമലും ഇൽമുമായിരുന്നു കുട്ടികൾക്ക് അവർ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. സൈനുൽ ഉലമയുടെ പ്രത്യേകത അതായിരുന്നു, ജീവിതം പഠിപ്പിച്ചു. ഭൂമിയിലെ മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാരാണ് പണ്ഡിതന്മാർ, റബ്ബാനികളായ പണ്ഡിതന്മാർ. മലക്കുകളുടെ പ്രവർത്തനം എന്താ? മുഴു സമയവും അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന പ്രവർത്തനമാണ് മലക്കുകൾ ചെയ്യുന്നത്. സൈനുൽ ഉലമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, ഒന്നിരിക്കൽ അദ്ദേഹം ഉസ്താദ് ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫത്വ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉസ്താദ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ വന്നാൽ അത് ഉസ്താദിൻ്റെ മുന്നിൽ പറഞ്ഞു, അയാളെ കാര്യം സാധിപ്പിച്ചു, അയാൾ പോകുന്നു. അപ്പുറത്ത് വേറെ ഒരാളോട് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നില്ല. സൊറ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉസ്താദിനെ അങ്ങനെ കണ്ടിട്ടില്ല. തമാശ പറയാനോ വെടി പറയാനായിട്ട് വേറൊരു സ്ഥലത്ത് പോയിരുന്ന് മറ്റുള്ള ആളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദിക്ർ ചൊല്ലി അങ്ങനെ ഇരിക്കുന്നത് കാണാം. മലക്കുകളുടെ പ്രവർത്തനമാണ് റബ്ബാനികളായ പണ്ഡിതന്മാർ ചെയ്യുക. ഉസ്താദിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഉസ്താദിന്റെ അടുത്ത് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി വന്ന ഉസ്താദിനെ കാണാൻ വന്ന ഒരാൾ പറഞ്ഞു, ഉസ്താദെ, ഗൾഫിൽ വരാൻ 6 മാസത്തിൽ വരാനുള്ള വിസ നിങ്ങൾക്ക് നൽകാം, അങ്ങനെയുള്ള ഒരു ഏർപ്പാട് ഞങ്ങൾ ചെയ്യട്ടെ. ഉസ്താദ് പറഞ്ഞു, എനിക്ക് വേണ്ടത്, എനിക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുണ്ട്. 6 മാസം UAE-യിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയ കഴിഞ്ഞാൽ എൻ്റെ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം, ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതാണ്, അത് എനിക്ക് നടത്താൻ കഴിയാതെ പോവും, ഞാൻ അതിനില്ല. തിൽക്കൽ ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ വലിയവരായി അഹങ്കരിച്ച് നടക്കാൻ ആഗ്രഹിക്കാത്ത അവർക്കാണ് അന്ത്യദിനമുള്ളത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ കുറിച്ചല്ലേ. ഉസ്താദിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ബിൽഡിംഗ് കെട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചതായിട്ടോ ബിസിനസ് ഷെയറിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ബിൽഡിംഗ് കാണിച്ച് ഇതിന് ഉസ്താദിന് ഷെയർ ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ല. രാഷ്ട്രീയക്കാര്, സമ്പന്നന്മാരൊക്കെ ഉസ്താദിന്റെ അടുത്തേക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി വരാറുണ്ട്. അവർക്ക് ആവശ്യമായ ഫത്വകളും അറിവുകളും ഉസ്താദ് നൽകാറുണ്ട്. അവരുടെ കൂടെ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഉസ്താദിന്റെ വലിപ്പം പറയാൻ കേരള മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മറ്റേ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്നു ഉസ്താദ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. റബ്ബാനികളായ പണ്ഡിതന്മാരുടെ സ്വഭാവമല്ല അത്. അള്ളാഹുവുമായി അടുത്ത പണ്ഡിതന്മാർ, അവർ ഏറ്റവും ഉയർന്ന അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടാവുക. ഒരു പണ്ഡിതൻ അവന്റെ മനസ്സ് മുഴുവനും അള്ളാഹുവായി നിറഞ്ഞു കഴിഞ്ഞാൽ, പടച്ചവനോടുള്ള ബന്ധം നിറഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടികളെ ഉള്ള ആളുകളെ അവന് ചെറുതായിട്ട് കാണാം. എത്ര ഉയർന്ന ആളാണെങ്കിലും അവൻ്റെ സഹവാസത്തിന് വേണ്ടി, അവരുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന സ്വഭാവം അള്ളാഹുവിനോടൊരു പണ്ഡിതൻ എടുക്കുന്നതോട് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഉസ്താദിൻ്റെ അടുത്ത് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, ഇന്ന ആളാന്ന് പറഞ്ഞാൽ ആന്ന് പറയും, അത്രേ പറയുള്ളൂ. അയാളെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി ഇടക്കിടക്ക് അദ്ദേഹത്തോട് ഫോൺ ചെയ്യുക, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമസ്തയുടെ പണ്ഡിതന്മാർ, കഴിഞ്ഞ മൺമറഞ്ഞ പണ്ഡിതന്മാർക്കൊക്കെ അധിക പണ്ഡിതന്മാരും ഈ സ്വഭാവക്കാരായിരുന്നു. എല്ലാ പണ്ഡിതന്മാരും ഈ സ്വഭാവക്കാരായിരുന്നു സമസ്തയുടെ.
അതുകൊണ്ടാണ് അവർ റബ്ബാനികളായ പണ്ഡിതന്മാരായി മാറുന്നത്. അവര് ഇങ്ങനെ ഓടി നടക്കാറുണ്ടായിരുന്നില്ല. സൈനുൽ ഉലമയുടെ പ്രത്യേകത ഏതായിരുന്നു? തിൽക്കൽ ജന്നത്തുല്ലത്തി തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ സമൂഹത്തിൽ ഒരു അർത്ഥത്തിലുള്ള നാശവും ഉണ്ടാവരുത്, അഭിപ്രായ ഭിന്നതയും ഉണ്ടാവരുത്, അനൈക്യവും ഉണ്ടാവരുത് എന്ന ചിന്തയ്ക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു സൈനുൽ ഉലമ. കീശേരിക്കടുത്തൊരു സ്ഥലത്ത് ഒരു പള്ളിയിലെ ഇമാമ് തരീക്കത്ത് ആശയക്കാരനായിരുന്നു. സമസ്ത തരീക്കത്ത് പേച്ചതാണെന്ന് പ്രഖ്യാപിക്കുകയും ആ തരീക്കത്തുമായി സഹകരിക്കരുതെന്ന് സമൂഹത്തോട് ആഹ്വാനം ചെയ്തതിന് ശേഷം മഹല്ല് കമ്മിറ്റി ആ ഉസ്താദിനെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ നാട്ടിലുള്ള കുറേ ആളുകൾ പുറത്താക്കാൻ പറ്റൂല, അതിന് ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. ഉസ്താദിന്റെ തീരുമാനങ്ങൾ സമൂഹത്തിന്റെ മുന്നിലൊക്കെ വളരെ വ്യക്തമായി അറിയിച്ചതാണ്. തരീക്കത്തിന് സമസ്ത എതിരാണ്, എല്ലാമാണ്. ഉസ്താദിന് അവസാനമായിട്ട് അവർ ഉസ്താദിന്റെ അടുത്തേക്ക് വിഷയം വിട്ടു. എന്താണ് ഉസ്താദ് തീരുമാനിക്കുന്നത്, അതുപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ കമ്മിറ്റിക്കാർ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്ത് ചെയ്യണം ഈ ഉസ്താദിനെ? ഞങ്ങൾ ഇപ്പോൾ തന്നെ അയാളെ പുറത്താക്കണോ, അല്ല നോമ്പ് കഴിഞ്ഞിട്ട് പുറത്താക്കിയാൽ മതിയോ? ഉസ്താദ് അവരോട് തിരിച്ചു ചോദിച്ചു, സമൂഹത്തിൽ ഫസാദ് ഉണ്ടാകാത്ത ഏറ്റവും നല്ല തീരുമാനങ്ങൾക്ക് എന്താ തോന്നുന്നത്? അയാളെപ്പം പുറത്താക്കിയാൽ അവിടെ ഫസാദ് ഉണ്ടാവുമോ, അല്ല നോമ്പിൻ്റെ സമയത്ത് പുറത്താക്കിയാലാണോ ഫസാദ് ഒഴിവാകുക? ഏതാണ് ഹൈറ്? അതുപോലെ നിങ്ങൾ ചെയ്യണം. നോമ്പ് വരെ നിങ്ങൾ നിർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസാദൊന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഏതെങ്കിലും ഒരു മഹല്ലിൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉസ്താദ് ഇടപെട്ട്, ഉസ്താദിന്റെ തീരുമാനപരമായിട്ട് ഉസ്താദിന്റെ ഇടപെട്ടത് കാരണമായി ഫിത്നയുണ്ടായി, മഹല്ലിലെ അനൈക്യമുണ്ടായി, തമ്മിലടിച്ചു എന്ന് നിങ്ങൾക്ക് എവിടെയും കേൾക്കാൻ സാധ്യമല്ല. തമ്മിലടിക്കുന്ന ആളുകളെ ഒന്നിപ്പിക്കാനാണ് ഈ പണ്ഡിതന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പണ്ഡിതന്മാരാണ് അവർ. ഉസ്താദിന്റെ ജീവിതത്തിലൂടെ അതായിരുന്നു മഹാനായ സൈനുൽ ഉലമ നിർവഹിച്ചിരുന്നത്. ഉസ്താദിന്റെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ, റബ്ബാനികളായ പണ്ഡിതന്മാർ അവർ അങ്ങനെയായിരിക്കും. ഈ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടിയല്ല അവർ ചെയ്യുന്നത്, അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫത്വ കൊടുക്കുന്നതും ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും എന്ന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം വഹിക്കുന്നതടക്കം അള്ളാഹുവിൻ്റെ ഇബാദത്തായി കണ്ട പണ്ഡിതന്മാരാണ്. അതാരെയും അറിയിക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഒരു ഹുദവിയുടെ പ്രഭാഷണത്തിൽ, ഉസ്താദിനെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാൻ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയാം, ഉസ്താദിനായിട്ട് ഞാൻ വളരെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. ഉസ്താദ് വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഈ ധർമ്മം, ഉസ്താദ് നൽകുന്ന ഈ ധർമ്മം ധർമ്മിഷ്ഠനാണ് എന്നുള്ളത് ആരും അറിയാറുണ്ടായിരുന്നില്ല. കൊണ്ടോട്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഹുദവിയാണത് പറഞ്ഞത്. നോമ്പിനൊക്കെ ഉസ്താദ് ബാഗിൽ ഒരുപാട് സംഖ്യ ധർമ്മത്തിനായിട്ട് തന്നെ കരുതി വെക്കുകയും ആവശ്യക്കാരെ, അതിനുള്ള അർഹരായ ആളുകളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. കൊണ്ടോട്ടി കാളിയാരകം പള്ളിയിൽ ദാറുൽ ഫലാഹ് എന്ന കോളേജ് കമ്മിറ്റി മീറ്റിംഗ് ചേരുമ്പോൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും, ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഉസ്താദ് പറയും, 20 കിലോ ഇറച്ചി ഞാൻ കൊടുക്കും. അത് ഉസ്താദ് ആദ്യം നേരത്തെ പറയുമ്പോൾ കമ്മിറ്റിക്കാർ ഓരോരുത്തരും ഏറ്റെടുക്കും ബാക്കി കാര്യങ്ങൾ. വിദേശത്തു നിന്ന് ഉസ്താദ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ കാളിയാരകം പള്ളിയിലും മദ്രസയിലും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഉസ്താദുമാരെ ഒക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഓരോരുത്തരെ സ്വകാര്യമായി വീട്ടിൽ വരുത്തിയതിനു ശേഷം അവർക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, അവർക്ക് ഉസ്താദിൻ്റെ വക ഹദിയ കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ആരും അറിയാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ആരെയും അറിയിക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ വീട്ടിൽ ഇടക്കിടക്ക് പരിപാടികൾ നടത്താറുണ്ടായിരുന്നു. ഹുദവി തന്നെ സ്മരിക്കുക, സാധാരണ പല ഉസ്താദുമാരും മൗലൂദ് റാത്തീബൊക്കെ നടത്തി കൊടുക്കാറാണ് പതിവ്. സ്വന്തം വീട്ടിൽ അങ്ങനെ നടത്തുന്ന ആളുകൾ വളരെ കമ്മിയാണ്. ഉസ്താദുമാരുടെ കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ അങ്ങനെ പരിപാടി നടത്തുന്ന ആളുകൾ ചുരുക്കമായിരിക്കും. മറ്റുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഒരു പരിപാടി നടത്തും. ഉസ്താദ് അങ്ങനെ ആയിരുന്നില്ല. വീട്ടിൽ വിപുലമായ പരിപാടികൾ നടത്താറുണ്ടായിരുന്നു. ആ പരിപാടി നടത്തുമ്പോൾ
സാധാരണ മഹലുള്ള ആളുകളൊക്കെ മദ്രസയിലെ വലിയ ഉസ്താദിനെ കണ്ടിട്ട് പറയും, എല്ലാ ഉസ്താദന്മാരോടും എൻ്റെ വീട്ടിൽ കൊണ്ട് വരാൻ പറയും. ഉസ്താദിനെ അങ്ങനെ പറഞ്ഞാൽ മതി. ഓരോ വ്യക്തിയെയും, ആ മദ്രസയിലുള്ള ഓരോ ഉസ്താദിനെയും കണ്ടിട്ട് വ്യക്തിപരമായി ഉസ്താദ് സ്വകാര്യമായിട്ട് അവനെ വീട്ടിലേക്ക് ക്ഷണിക്കും. എത്രത്തോളം ആ കാളി ആ പള്ളിയിൽ മൂത്രപ്പര കഴുകുന്നവനെ അടക്കം ഉസ്താദ് കണ്ട് സ്വകാര്യമായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്ന, നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റബ്ബാനികളായ പണ്ഡിതന്മാരുടെ മരണശേഷമാണ് അവർ എന്താണ് ഇവിടെ ചെയ്തത് എന്ന് നമുക്കറിയാൻ കഴിയും. മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ആളുകളിൽ നിന്ന് അത് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് റബ്ബാനികളായ പണ്ഡിതന്മാരുടെ പ്രവർത്തന രീതി. ഉസ്താദിൻ്റെ അറിവിനെ കുറിച്ച് ഒക്കെ, ഇതൊക്കെ പണ്ഡിതന്മാരുടെ സ്വഭാവ ഗുണങ്ങളാണ്. അറിവിനെ കുറിച്ച് പറയുമ്പോൾ സമസ്തയുടെ കാര്യദർശിയായി ഉസ്താദിനെ തിരഞ്ഞെടുത്തത് തന്നെ ഉസ്താദിൻ്റെ അറിവിൻ്റെ ആഴമല്ലേ അളക്കുന്നത്. ശംസുൽ ഉലമ, മഹാനായ ശംസുൽ ഉലമ ഇരുന്ന കസാരയിലാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇരിക്കുന്നത്. അത് തന്നെ പോരെ ഉസ്താദിൻ്റെ അറിവ് മനസ്സിലാക്കാൻ. സമസ്തയിൽ ശംസുൽ ഉലമയും റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ഒക്കെ ഉള്ള സമയത്താണ് ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത്. ഉസ്താദിനെ പണ്ഡിതന്മാരെല്ലാം ശംസുൽ ഉലമയ്ക്ക് ശേഷം ഐക്യകണ്ഠേന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളാണത്. ഖുർആൻ പരിഭാഷയുമായി സമസ്തയിലെ അഭിപ്രായ ഭിന്നത വന്നു. പരിഭാഷ പാടില്ലെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ ചെറിയ ആളുകളല്ല. ശംസുൽ ഉലമയാണ് എൻ്റെ അഭിപ്രായമായിരുന്നു അത്. ഇ കെ ഹസൻ മുസ്ലിയാരുടെ അഭിപ്രായമായിരുന്നു. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയില്ലേ? അവരാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് പരിഭാഷ പാടില്ല. കണ്ണിയത്ത് ഉസ്താദ് ഇതിൻ്റെ തീരുമാനം അവസാനം പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അവസാനം ഞാൻ തീരുമാനം പറയും, ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം പറയണില്ല എന്നുള്ള നിലക്കാണ് അദ്ദേഹം നിൽക്കുന്നത്. രണ്ട് വിഭാഗം പണ്ഡിതന്മാരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വാദിച്ചു. ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓരോ തെളിവുകൾ നിരത്തിയതിന് ശേഷമാണ് ഉസ്താദ് ചോദിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദിനോട്, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഉസ്താദ്, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറയൂ, സൈന്തി മൂല്യർ ചോദിക്ക്, പറയട്ടെ. കണ്ണിയത്ത് ഉസ്താദിനോട് ഉസ്താദ് ചോദിച്ചു, ഇപ്പം അടുത്തൊരാഴ്ച, കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനും ഉസ്താദും കൂടി ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയല്ലോ. പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഉസ്താദ് അവിടെ ഓതില്ല, ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന ആയത്ത് ഓതി. അതിൻ്റെ അർത്ഥം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്ത ആ ആയത്തിൻ്റെ അർത്ഥം ഒരാൾ കടലാസിൽ എഴുതുന്നതാണോ തെറ്റെന്ന് ചോദിച്ചു ഉസ്താദിനോട്. ഇതൊരാൾ കടലാസിൽ എഴുതുന്നതാണോ തെറ്റ്? അഭിപ്രായ ഭിന്നത എന്തുകൊണ്ടാണ് ഉണ്ടായത് പറഞ്ഞാൽ ഖുർആന്റെ ഇജാസാണ്. ഖുർആനിന്റെ അതുപോലെ പരിഭാഷപ്പെടുത്താൻ അതിന് പറ്റിയ മലയാള പദങ്ങൾ മലയാളത്തിലില്ല. അതുകൊണ്ട് ഖുർആൻ പരിഭാഷ ഖുർആന് പകരമാവുകയില്ല പരിഭാഷ. അതുകൊണ്ട് പരിഭാഷ പാടില്ല എന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ വാദിക്കുന്നത്. മറുപക്ഷം വാദിക്കുന്നത് ഖുർആൻ ഒരിക്കലും പരിഭാഷ നടത്താൻ പാടില്ല, ഇതൊരു തഫ്സീറാണ്. ഇതൊരു തഫ്സീറാണ്. മആനിൽ ഖുർആൻ, ഉസ്താദിന്റെ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ തഫ്സീറും മആനിൽ ഖുർആൻ എന്നാ പറഞ്ഞത്. ഖുർആന്റെ ആശയങ്ങളുടെ ഒരു വിവർത്തനം മാത്രമാണ്, ഖുർആന്റെ പരിഭാഷയാകുന്നില്ല. അങ്ങനെ രണ്ടു കൂട്ടരും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമയുടെ ചോദ്യങ്ങൾ അവസാനം സമസ്തക്കൊരു തീരുമാനമെടുക്കാൻ ഇല്ല, പരിഭാഷ അംഗീകരിക്കുന്നവർക്ക് അങ്ങനെയും ആവാം, മറ്റുള്ളവർക്ക് മറിച്ചുമാവാം എന്നുള്ള തീരുമാനത്തിലെത്തി. അവസാനം കണ്ണിയത്ത് ഉസ്താദ് എഴുന്നേറ്റൊന്ന് ചോദിച്ചു, ഒരു ചോദ്യം കൂടി ഉണ്ട് അവസാനം ചോദിക്കാൻ. മലയാളത്തിലൊക്കെ മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ ഹാവ് കൊണ്ടല്ലേ എഴുതല്, ഹാ ഇട്ടാണ്ടാണ് എഴുതല്. മുഹമ്മദ് ഹാ ശരിക്കും ഹംസ, ഇത് ഹാ ഉച്ചരിക്കാൻ എഴുതാൻ കഴിയില്ലല്ലോ. അതെങ്ങനെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? ചെറുശ്ശേരി ഉസ്താദ് സൈനുൽ ഉലമ ഉടൻ മറുപടി കൊടുത്തു, അള്ളാഹു എന്ന് അറബിയിൽ എങ്ങനെ എഴുതല്? അല്ല എന്നല്ലേ എഴുതല്, ലാമോണ്ടല്ലേ എഴുതല്. വായിക്കുമ്പോൾ അള്ളാന്ന് വായിക്കും. ഇതുപോലെ നിങ്ങൾ എഴുതുക, മറ്റ് വായിക്കണ സമയത്ത് നേരക്ക് വായിച്ചാൽ മതി. ഉസ്താദ് പറഞ്ഞത്, നമ്മളെ ക്ലാസ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്.
ഉസ്താദിൻ്റെ അറിവിൻ്റെ ആഴമായിരുന്നു അത്. മറുപടികളെ കൃത്യമായി കൊടുക്കാനുള്ള ഒരു കഴിവ് ഉസ്താദിനുണ്ടായിരുന്നു. ഒരുപാട് അറിവ് കാണാപാഠമാക്കിയതുകൊണ്ട് ഇത് ഉണ്ടാവുകയില്ല. ഉമൈ ഊത്തൽ ഹിക്കുമത്തെ ഫഖദ് ഊത്തിയ ഖൈറൻ കതീറ. ഹിക്കുമത്ത് ലഭിക്കണം മനുഷ്യന്. ഹിക്കുമത്ത് കിട്ടിയാൽ മാത്രമേ പണ്ഡിതന്മാർക്ക് അറിവിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. കാര്യങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവുള്ളൊരു പണ്ഡിതനെ അങ്ങനെ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. സംസ്ഥാന പ്രശ്നമാണല്ലോ സമസ്തയും സംസ്ഥാനയും തമ്മിൽ അഭിപ്രായ ഭിന്നത വന്നു. പള്ളിയിൽ മൈക്ക് വെച്ചുകൊണ്ട് ഖുത്ബ നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് സംശയം. സംസ്ഥാന അന്ന് എഴുത്തിയ വലിയൊരു ചോദ്യമായിരുന്നു. ഒരു പള്ളിയിൽ നിന്ന് ഖുത്ബ നിർവഹിച്ചു, 4-5 പള്ളികളിൽ, അടുത്ത പള്ളികളിലൊക്കെ സ്പീക്കർ വെച്ചു. അങ്ങനെ ചെയ്താൽ ഖുത്ബ ആ പള്ളിയിലൊക്കെ ഖുത്ബ മതിയോ? ഇയാളെ ഖുത്ബ കേൾക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് എന്താണ് മറുപടി? സൈനുൽ ഉലമയാണ്, അത് ഇവരൊക്കെ ഇരിക്കുന്ന സഹോദരൻ സൈനുൽ ഉലമയാണ് ഒറ്റയടിക്ക് അതിന് മറുപടി കൊടുത്തത്. ഉസ്താദ് പറഞ്ഞു, ഹുനൈൻ യുദ്ധത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഓടിപ്പോയ സമയത്ത്, ദൂരത്തേക്ക് ഓടിപ്പോയ സഹാബികളൊക്കെ തിരിച്ച് നിങ്ങൾ നബീന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിളിച്ചത് ആരായിരുന്നു? മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് കിതാബിൽ പറയുന്നത് 9 ഹാഷിമി മൈൽ ദൂരത്തേക്ക് വരെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. അതുപോലെ ശബ്ദമുള്ള ഒരാൾ ഒരു പള്ളിയിൽ നിന്ന് ഖുത്ബ ഓതി, അടുത്ത പള്ളികളിലൊക്കെ അത് കേൾക്കുന്നുണ്ട്. ആ ഖുത്ബ മതിയാവോ? അത് മതിയാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് മതി ഞങ്ങൾ പറയും. അത് മതിയാവില്ല എന്ന് പറഞ്ഞാൽ ഇത് മതിയാവില്ല എന്ന് പറയും. അതോടുകൂടെ അതവിടെ അവസാനിച്ചു. ഹിക്മത്തുള്ള പണ്ഡിതനായിരുന്നു ഉസ്താദ്. ഒരു പള്ളിയിലെ ഖാളി ആയ ഒരാൾ വന്നിട്ട് നാട്ടിലൊരു കല്യാണം നിർവഹിക്കണം, നാളെയാണ് കല്യാണം നടക്കുന്നത്. അയാൾ പറഞ്ഞു, വാപ്പാൻ്റെ വക്കാലത്തിലൂടെയാണ് കല്യാണം നടത്തുന്നത്, വക്കാലത്ത് കൊടുത്തു എന്നുള്ള എഴുത്ത് കിട്ടിയാൽ അതിൻ്റെ മുന്നിൽ കണ്ടാൽ മാത്രമേ ഞാൻ നടത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കല്യാണം നടത്തി തരാൻ പറ്റില്ല. കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ കുടുങ്ങി. ഉസ്താദ് പറഞ്ഞു, ഞാൻ കല്യാണം നടത്തി തരൂല, ഞാനതിന് പങ്കെടുക്കുകയില്ല, കാരണം അയാളെ എഴുത്ത് ഇങ്ങോട്ട് കിട്ടണം. പ്രശ്നമായല്ലോ. കുറച്ച് മുന്നേ പറയുകയാണെങ്കിൽ എഴുത്തുണ്ടാക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. നാളെ തന്നെ എഴുത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ എഴുത്ത് കൈപ്പടയിൽ എഴുതി സ്കാൻ ചെയ്തൊന്നും പറ്റിക്കൊള്ളൊന്നുമില്ല. അങ്ങനെ കുടുങ്ങി ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നു അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ഖാദിയുണ്ട് ആ നാട്ടിലെ. ഉസ്താദ് അദ്ദേഹത്തോട് പോയി ചോദിച്ചു, എൻ്റെ നാട്ടിലുള്ള ഒരാൾ മരിച്ചിക്കണെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് അത് അംഗീകരിക്കുമെന്ന് വെച്ച്. വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ മരിച്ചിട്ട് ഗൾഫിൽ മരിച്ചിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അയാളത് മതിയാക്കി വേഗം പോയി. അയാളെ പിറ്റ് വേഗം പോയാണ്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ. ഉസ്താദിൻ്റെ ഹിക്മത്തായിരുന്നു, അറിവ് അത്രമാത്രം ആഴായി. കൊണ്ടോട്ടിക്കടുത്ത ഒരു സ്ഥലത്ത് ഒരു നാട്ടുകാർ പള്ളി പൊളിച്ചു. പള്ളി പൊളിച്ചപ്പോൾ അതിൻ്റെ ഓടുണ്ട് ബാക്കി. ആ ഓട് ഇപ്പോൾ ഒരു പള്ളിക്കും ഓട് ആവശ്യമില്ല, എല്ലാ പള്ളിയും വാർപ്പാക്കിക്കൊണ്ടിരിക്കുക. ഈ ഓടെന്താ ചെയ്യാനൊരു മാർഗ്ഗമില്ല. അവരെ മദ്രസ ഉണ്ട്, മദ്രസിന് ആ ഓടിടാൻ പറ്റുമോ എന്നുള്ള സംശയമായിട്ടാണ് ഉസ്താദിൻ്റെ അടുത്ത് വന്നത്. ഉസ്താദ് പറഞ്ഞു, പള്ളിൻ്റെ ഓട് പള്ളിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉസ്താദ് ഒരു പള്ളിയും എവിടെയും കിട്ടാനില്ല, പിന്നെ ഈ ഓട് കേടുന്നു പോകല്ലേ, വേറെ എന്തെങ്കിലും മാർഗം വേണ്ടേ? ദീനെന്ന് പറഞ്ഞ യുസ്ര, പള്ളിക്ക് കൊടുക്കണം, പള്ളി ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊടുക്കാനേ പാടുള്ളൂ എന്ന് ഉസ്താദ് അർപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു പള്ളി ഇനി കിട്ടാനില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നാം മദ്രസക്കിൻ്റെ മുകളിൽ ഇട്ടേക്കത് എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പള്ളി കമ്മിറ്റി മദ്രസക്ക് ഇത് ഇടാനുള്ള തയ്യാറായപ്പോൾ ഇത് നാട്ടിലാകെ പ്രശ്നം, പള്ളീൻ്റെ ഓട് ഇടാൻ പാടില്ല. അങ്ങനെ മറ്റൊരു വിഭാഗം ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നു. പള്ളിൻ്റെ ഓട് സംരക്ഷിക്കല്ലേ വേണ്ടത്, അത് എടുത്തു വെക്കല്ലേ വേണ്ടത്, അത് വേറെ മദ്രസക്ക് ഇടാൻ പാടുണ്ടോ? ഉസ്താദ് എടുത്ത് വയ്ക്കുക. അയാളോട് ചോദിച്ചു, ഓട് സംരക്ഷിക്കൽ എങ്ങനെ? അത് അട്ടിയായിട്ട് വെച്ചിട്ടാ, അത് പട്ടികമ്പൽ ഇങ്ങനെ ഇട്ടാൽ അത് അങ്ങനെയാണ് അത് സംരക്ഷിക്കൽ. അത് അട്ടിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിക്കേട് നാശമായി പോകും. പള്ളീൻ്റെ ഓട് അവിടെ സംരക്ഷിക്കുക നമ്മൾ ചെയ്യണത്, വേറെ പള്ളിയില്ല. അപ്പോൾ അത് അവിടെ മദ്രസിൻ്റെ മുകളിൽ അങ്ങനെ സംരക്ഷിക്കുകയാണത്. അത് സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ഒരഭിപ്രായ ഭിന്നതയും കൂടാതെ ആ മഹല്ലുകാർ പരിപാടി ചെയ്തു. ഇങ്ങനെ എത്ര മഹല്ലിൽ പ്രശ്നങ്ങൾ.
ഉസ്താദിൻ്റെ ജീവിതം നമുക്ക് അനുഗ്രഹമായിരുന്നു. നമുക്ക് വ്യക്തമായ നേതൃത്വം ഉസ്താദ് നൽകിയിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. ഉസ്താദിൻ്റെ അറിവിൻ്റെ ആഴമാണ് നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു. പള്ളി പുതുക്കി പണിയുന്നതിനോട് വന്നിട്ടാണ് പ്രശ്നം വന്നത്. പള്ളി പുതുക്കി പണിയെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പള്ളി ആകെ പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. പള്ളി പുതുക്കി പണിയാമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോഴേ ആളുകൾ പറഞ്ഞു പള്ളി പൊളിക്കാൻ പറ്റൂല, കാരണം തങ്ങളുണ്ടാക്കിയ പള്ളിയാണ്. വേറൊരു വിഭാഗം പള്ളി പൊളിച്ച് നന്നാക്കാം, പക്ഷേ പള്ളി വീതി കൂട്ടാൻ പാടില്ല, കാരണം എൻ്റെ വാപ്പാൻ്റെ കബറും വല്യപ്പാൻ്റെ കബറൊക്കെ ഉണ്ട്, അതൊക്കെ ഇല്ലാതായിപ്പോവും. വേറൊരു വിഭാഗങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടി നമ്മളിത് പൊളിച്ചേ അടങ്ങുള്ളൂ, അല്ലെങ്കിൽ പള്ളി നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ. ആകെ പ്രശ്നങ്ങളിലേക്ക് പോയി. അവസാനം ഉസ്താദിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഉസ്താദ് വന്ന് അവരോട് സംവദിച്ചു തുടങ്ങി. പള്ളി പൊളിക്കാനോ വേറൊരു പള്ളി എടുക്കാനോ നിങ്ങൾ തീരുമാനിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഒരു വിഭാഗത്തിൻ്റെ ഇത് പള്ളി പൊളിക്കാൻ പാടില്ല, തങ്ങളുണ്ടാക്കിയ പള്ളിയാണ്. ഉസ്താദ് പറഞ്ഞു തങ്ങന്മാരൊക്കെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ പള്ളി കഅബ. ആ കഅബ ഒരുപാട് വട്ടം പൊളിച്ച് നന്നാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാളേറെ വലിയ തങ്ങളല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പം നിങ്ങൾ ഇത്ര ക്ഷടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ തീരുമാനം അവിടെ വേണ്ടെന്ന് വെച്ചപ്പോൾ ആ ആൾക്കാർ പിന്മാറി. രണ്ടാമത്തെ വിഭാഗത്തിനോട് പറഞ്ഞു പള്ളിയുടേതാണ്, നിങ്ങളുടെ വാപ്പാനെ പള്ളിപ്പറമ്പിലാണ് മറവ് ചെയ്ത്, ഖബർസ്ഥാൻ എന്നല്ല ഇതിനെക്കുറിച്ച് പറയും, നിങ്ങൾ പള്ളിപ്പറമ്പ് എന്നാണ് പറയുന്നത്. പള്ളിൻ്റെ സ്ഥലത്ത് നിങ്ങളെ വാപ്പാനെ മറയുക, വാപ്പാൻ്റെ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുകയല്ല ചെയ്തത്. പള്ളിയുടെ ആവശ്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ദീനിൻ്റെ ഷർഇൻ്റെ തീരുമാനം. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ രാത്രി 2 മണിക്കോ 1 മണിക്കൊക്കെ ഈ പള്ളിത്തൊടിക്കാരെങ്കിലും വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു ഞങ്ങളില്ല, അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വന്നു നോക്കിയാൽ നിങ്ങളെ വാപ്പാൻ്റെ കബറും ഒരു കുറേ നായി കീറി ഇരുന്നാണ്ട് മൂത്രമൊഴിക്കുണ്ടാവും, അല്ലെങ്കിൽ കുറുക്കന്മാരുണ്ടാവും അവിടെ ഇരിക്കണം. അതിന് ആട്ടാനങ്ങൾ ആരെങ്കിലും വിരലുണ്ടോ? പള്ളി വിപുലീകരിച്ച് അതിൻ്റെ ഉള്ളിലയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നായ ഒന്നും ആവില്ല, അവിടെ ദിക്റും സലാത്തും അതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനാണ് അപ്പം നിങ്ങൾ എതിർക്കാൻ വന്നിരിക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും വാപ്പാൻ്റെ കബറും പള്ളിയിനുള്ളിൽ കാണും. ഹിക്മത്തുള്ള പണ്ഡിതന്മാരുടെ രീതിയാണത്. ഇങ്ങനെയായിരുന്നു ഉസ്താദ് പ്രശ്നങ്ങളെ പരിഹരിച്ചിരുന്നത്. ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ പറയാനുണ്ട്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്താദിൻ്റെ മുന്നിൽ ഒരു കേസ് എത്തിയത്. ഒരു അമ്മാവൻ്റെ മകനും അമ്മായിൻ്റെ മകളും തമ്മിലുള്ള നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അമ്മായിൻ്റെ മകന് അമ്മാവൻ്റെ വീട്ടിലാണ് വളർന്നത്. അവരൊരു ബ്രോക്കൺ ഫാമിലിയാണ്. അവർ വിവാഹമോചനം നടത്തി. അങ്ങനെ ഉമ്മ വേറെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ട്, അമ്മായി വേറെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുട്ടീനെ അമ്മോന് വളർത്തി. അമ്മോനും ഇതേമാതിരി തന്നെ ഈ അമ്മോൻ്റെ കുട്ടിയും അമ്മാവനും അതിൻ്റെ ഭാര്യയും തലാക്കല്ലേ, അതിനൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും പിന്നെ അതിൻ്റെ ഉമ്മാൻ്റെ അടുത്താണ് അത് വളർന്നത്. ഈ ആൺകുട്ടീനെ വളർത്തിയത് അമ്മാവനാണ്, പെൺകുട്ടി ഉമ്മാൻ്റെ അടുത്തും വളർന്നു. പിന്നെ വാപ്പ അമ്മാവൻ തീരുമാനിച്ചു ഈ കുട്ടി ഗൾഫിലൊക്കെ പോയി വലിയ പൈസക്കാരനൊക്കെ ആയപ്പോഴേ ഈ 2 കുട്ടികളെയും കൂടി കല്യാണം കഴിക്കുക, എന്നാൽ എൻ്റെ കുട്ടി അനാഥായി പോവില്ലല്ലോ, ആ കുട്ടിയെ നോക്കുന്ന സംരക്ഷണത്തിൻ്റെ ബാധ്യതയാണ് ആയിരിക്കുമല്ലോ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം. കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടും ചെയ്തു. പക്ഷേ ഉമ്മ അതിനെ ഒരു നിലക്ക് സമ്മതിച്ചു കൊടുക്കണം. കുട്ടീൻ്റെ അമ്മ പറഞ്ഞു പറ്റൂല, ഞാൻ ഈ കുട്ടിക്ക് മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടെ പിന്നെ പ്രശ്നം അവിടെ അവസാനിച്ചല്ലോ, കല്യാണം ഒരിക്കലും നടക്കില്ല. അമ്മാവൻ്റെ മകൾക്ക് ഞാൻ മുല കൊടുത്തിട്ടുണ്ട്. അമ്മാവൻ പറഞ്ഞു മുല കൊടുത്തിട്ട് ഞാൻ നുണ പറയാണ്, പച്ച നുണയാണ് പറയണത്. ഉസ്താദിൻ്റെ അടുത്ത് പ്രശ്നമെത്തി, ഇതിനൊന്ന് പരിഹാരം വേണം, കുടുംബത്തിലാകെ പ്രശ്നമാണ്. അപ്പോൾ പെണ്ണിനെ വിളിച്ച് ഉസ്താദ് വിചാരണ ചെയ്തു, ഈ മുല കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട് ഉസ്താദെ. അങ്ങനെ കൊടുത്തെന്ന് വർത്താനം പറഞ്ഞാൽ മാത്രം കാര്യം ശരിയാവില്ല, അതിന് തെളിവുണ്ടായിരുന്നു, സാക്ഷി വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സാക്ഷികളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്, എന്നാൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ സാക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ട് ഉസ്താദ് അവരോടൊക്കെ ചോദിച്ചു, നിങ്ങളൊക്കെ സാക്ഷികളാണോ? അത് ഓരോരുത്തരുടെ പേര് ചോദിച്ചു. പേരൊക്കെ അവിടെ എഴുതി വെച്ചു. ശരിക്കും എല്ലാവരുടെ പേരും എഴുതി വെച്ചു. ഓരൊക്കെ വയസ്സ് എഴുതി വെച്ചു. ചിലർക്ക് 30 വയസ്സ് 28 വയസ്സൊക്കെ, പെണ്ണിൻ്റെ വയസ്സൊക്കെ എഴുതി. അവസാനം ഉസ്താദ് തീരുമാനം പറഞ്ഞു, കല്യാണം നടത്താം.
കാരണം 30 വയസ്സ് 28 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് വന്നിക്കണത്. സംഭവം നടക്കുന്ന സമയത്ത് ഒരാൾക്ക് 2 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 10 വയസ്സ്. ഇവരൊന്നും സാക്ഷിക്ക് പറ്റൂല. അങ്ങനെ ആ പെണ്ണ്, ആ സ്ത്രീ ബുദ്ധിമുട്ടായി പോയല്ലോ. അവൾ പറഞ്ഞു, ഉസ്താദെ മാഷറിന്ന് കാണാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, മാഷറിയിൽ ഇജ്ജു അവിടെ ഉണ്ടാവും ചെയ്യുന്നോണീ പറഞ്ഞാണ്ട് ഇജ്ജും വരുമല്ലോ മാഷറിക്ക് നോണയും പറഞ്ഞാണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാറുണ്ട്. പ്രശ്നം തീർന്നു. എത്രങ്ങാനും കുടുംബങ്ങളിൽ, എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തീർന്നു പോയി. എത്ര മഹല്ലുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തീർന്നു പോയി. ഇതായിരുന്നു ഉസ്താദിൻ്റെ അറിവിൻ്റെ ആഴം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞങ്ങൾ ദാറുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വലിയൊരു അനുഗ്രഹമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, കേരളത്തിലെ വിവിധ മഹല്ലുകളിൽ നിന്ന്, ഭാഗങ്ങളിൽ നിന്ന് മസ്അലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആളുകൾ ദാറുൽ ഹുദയിലേക്ക് കയറി വരികയായിരുന്നു. ഒരു വൈജ്ഞാനിക സ്ഥാപനം ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവിടെ നിർവഹിച്ചിരുന്നത്. ദീന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം എന്താ? ദീനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമൂഹത്തിന് വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ അനുഗ്രഹമായിരുന്നു. അതിനെ തുടർന്നാണ് 2009 ദാറുൽ ഹുദയിൽ മജ്ലിസുൽ ഫതാവ വൽ ബുഹൂസ് എന്ന ഒരു സ്ഥാപനം തുടങ്ങിയത്. ജനങ്ങൾക്ക് ഫത്വ ചോദിക്കാൻ, എന്ത് സംശയങ്ങളും ദീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിക്കാൻ അതിനൊരു സംവിധാനം ദാറുൽ ഹുദ ചെയ്തു. ഉസ്താദ് തന്നെ 2009 ദാറുൽ ഹുദയുടെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അത് പ്രഖ്യാപിച്ചത്. ഇത്രയും കാലം ഉസ്താദായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. ഇനിയും ആ സംവിധാനം ദാറുൽ ഹുദയിൽ തുടർന്നു കൊണ്ടിരിക്കുക. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഒരുപാട് ആളുകൾ ദാറുൽ ഹുദയിൽ ഉസ്താദുമാരായിട്ടുള്ള വലിയ പഠനങ്ങളൊക്കെ നടത്തിയ നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാർ, ഹുദവികളും അല്ലാത്തവരുമായ ഉസ്താദുമാർ അവിടെ ഉണ്ട്. ഉസ്താദുമാരൊക്കെ അതിൻ്റെ സന്നദ്ധത അത് തുടർന്ന് ഉസ്താദിനോടുള്ള ബഹുമാനപൂർവ്വം അത് തുടർന്നു കൊണ്ടുപോകും. ഉസ്താദിനുള്ള ആദരവാണത്. എന്ന് മാത്രമല്ല, ജാരിയായ ഒരു അമല് കൂടിയാണത്. നമുക്ക് ഉസ്താദിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് അത് നിലനിർത്തുക. ഉസ്താദ് തുടങ്ങി വെച്ച സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജിദ്ദ ഹാദിയയും നിങ്ങളോട് പറയുകയാണ്, ഫത്വകൾ, നിങ്ങൾക്ക് മതപരം രംഗത്തുള്ള ഫത്വകൾക്ക് വിധികൾ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഹുദവികളുമായിട്ട്, ജിദ്ദ ഹാദിയ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ, ദാറുൽ ഹുദയുടെ മജ്ലിസുൽ ഫതാവ വൽ ബുഹൂസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളത് നിർവർത്തിച്ചു തരും. ഉസ്താദിനോടുള്ള ആദര സൂചകമായിട്ട് അള്ളാഹു ഒരു അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ. ഇത് ജാരിയായ ഒരു അമലായി അള്ളാഹു മാറ്റുമാറാവട്ടെ. എന്ന് മാത്രമല്ല, ഹാദിയ ജിദ്ദ കർമ്മശാസ്ത്ര രംഗത്ത് ഒരു പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. ഹാദിയ ജിദ്ദയിലെ ആദ്യത്തെ ഒരു പുസ്തകമാണത്. കേരളത്തിൽ വന്ന കർമ്മശാസ്ത്ര തർക്കങ്ങൾ, അതിൽ സംഭാവനകൾ അർപ്പിച്ച ഉസ്താദിൻ്റേത് അടക്കമുള്ള ഫാമിലികൾ, കുടുംബങ്ങൾ, ഷാഫി മദ്ഹബ് കേരളത്തിൽ എങ്ങനെ വന്നു, അതിൻ്റെ ചരിത്രങ്ങൾ, ഇങ്ങനെ കർമ്മശാസ്ത്രവുമായി നമ്മൾ അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഇറക്കുന്നത്. അതിൻ്റെ പ്രൂഫ് റീഡിങ് നടന്നുകൊണ്ടിരിക്കുക. ആ പുസ്തകവും ഹാദിയ ഉസ്താദിനെ സമർപ്പിക്കുമായിരിക്കും. ഉസ്താദിൻ്റെ പേരിൽ സമർപ്പണമാണ് ആ പുസ്തകം. അതും ഒരു വലിയ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ പ്രതിഫലം ഉസ്താദിൻ്റെ ഖബറിലേക്ക് എന്നും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് വിഷയങ്ങളിൽ ഏതൊരു വിഷയം അവതരിപ്പിക്കുമ്പോഴും നന്നായി പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. എല്ലാ വശങ്ങളും അവതരിപ്പിക്കുമായിരുന്നു. അതിൻ്റെ എതിരഭിപ്രായങ്ങളും എല്ലാം ഉസ്താദ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയായിരുന്നു ഉസ്താദ് അവതരിപ്പിച്ചിരുന്നത്. കർമ്മശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാത്തതുമായ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയായിരുന്നു. എനിക്ക് തന്നെ അതിൻ്റെ അനുഭവമുണ്ട്. 94 ഉസ്താദ് ദാറുൽ ഹുദയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഉസ്താദായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് ദാറുൽ ഹുദയിൽ ഒരു സിസ്റ്റം ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു 2 ആഴ്ച ഒരാളായിരിക്കും, ഇമാമത്തിൻ്റെ ഒക്കെ ആളുകൾ ഒരാളായിരിക്കും. ഉസ്താദ് ആദ്യമായിട്ട് ദാറുൽ ഹുദയിൽ വന്നപ്പോൾ എനിക്കായിരുന്നു ആ ഇത് കിട്ടിയിരുന്നത്. ഞാനായിരുന്നു പള്ളിയിൽ പോയിട്ട് പള്ളി തുറന്നിരുന്നത്. ആ ആഴ്ചകളിൽ ചെയ്തിരുന്നത്, ആ 2 ആഴ്ച ഒരു കാര്യം ഞാനായിരുന്നു നിർവഹിച്ചിരുന്നത്.
വളരെ നേരത്തെ പള്ളിയിലേക്ക് വരും. സുബൈക്കൊന്നും ഉസ്താദ് അവിടെയാണ് കിടന്നുറങ്ങും. വളരെ നേരത്തെ പള്ളിയിലേക്ക് വരും. അത് കണ്ടറിഞ്ഞ് ഞാൻ ഉസ്താദ് വന്നതാണ്. ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് പള്ളിയൊക്കെ തുറന്ന് റെഡിയാക്കും. അങ്ങനെ അത് കണ്ടപ്പോഴേ ഉസ്താദ് എന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് എനിക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ ഉസ്താദിനെ അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ഒന്നാമത്തെ പീരീഡ് കുട്ടികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നാം പീരീഡ് കഴിഞ്ഞാൽ ആ പത്രം എടുത്ത് കൊണ്ടുവരും. ഉസ്താദ് ക്ലാസ് പോകുന്നതിന് മുന്നായിട്ട് പ്രധാന വാർത്തകളും വിഷയങ്ങളൊക്കെ ഉസ്താദ് അറിയേണ്ട വിഷയങ്ങളൊക്കെ ഉസ്താദിനെ ഞാൻ അറിയിച്ചു കൊടുക്കും. പിന്നെ ആ പത്രം അവിടെ ഉസ്താദിൻ്റെ റൂമിൽ ഇട്ടിട്ട് പോരാം. പിന്നെ കുട്ടികൾ അടുത്ത് വരുന്ന സമയത്ത് ഉസ്താദ് വായിച്ച് ബാക്കിയുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യാം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കർമ്മശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടേതല്ലാത്ത ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നതും ചർച്ചകളും മാസികകളും ഒക്കെ ഉസ്താദിന് ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നോട് പറയാറുണ്ടായിരുന്നു ഇന്നൊരു മാസിക, ചിലപ്പോൾ നമ്മളെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാവില്ല, അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾ എഴുതിയ പുസ്തകങ്ങളായിരിക്കും, ഒരു ചർച്ചകളായിരിക്കും. അതൊക്കെ ഞാൻ പല ബുക്ക് സ്റ്റാളുകളും പോയിട്ട് ഉസ്താദിനെ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. എന്നോട് പറയാം പുസ്തകം വാങ്ങിക്കൊണ്ട് തരണം, അല്ലെങ്കിൽ ഇന്ന മാസിക വാങ്ങിത്തരണം എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി അത് വാങ്ങി ഉസ്താദ് എല്ലാം വിശദമായിട്ട് പഠിച്ച് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ മനസ്സിൽ പറയുമ്പോൾ എവിടെയെങ്കിലും നോക്കി എന്തെങ്കിലും പറയുക എന്നുള്ളൊരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നില്ല. വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എന്നിട്ടായിരുന്നു ഉസ്താദ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നത്. അവസാനവും ഞാൻ നിർത്തുകയാണ്, എൻ്റെ സമയം കഴിയാറായി. ഉസ്താദിൻ്റെ ജീവിതം തന്നെയായിരുന്നു ഉസ്താദിൻ്റെ അറിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, ഖാന ഖുലുഖുൽ ഖുർആൻ. ഉസ്താദ് എന്തായിരുന്നോ പറഞ്ഞിരുന്നത് അത് തന്നെയായിരുന്നു റസൂലിൻ്റെ ജീവിത സാക്ഷ്യങ്ങളിലൂടെ ദീനിനെ പഠിപ്പിച്ച പണ്ഡിതനായിരുന്നു മഹാനായ ഉസ്താദ് ഹൈദ്രോസ് ഉസ്താദ്, ബഷീർ ഉസ്താദ്. എല്ലാവരും ദാറുൽ ഹുദയുടെ സ്ഥാപകന്മാരായ ഇവരൊക്കെ നമ്മോട് വിട്ടുപിരിഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം നൽകുമാറാവട്ടെ. വന്യരായ ബാപ്പുട്ടി ഹാജിയുടെയും ബഷീർ ഉസ്താദിൻ്റെയും ഒക്കെ വഫാത്തിൻ്റെ ദിനങ്ങളാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിലേക്ക് നിന്ന് വരികയായിരുന്ന ഒരു ഫാമിലി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടാളും മരിച്ചു എന്നാണ് കേൾക്കുന്നത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമ അള്ളാഹു നൽകുമാറാവട്ടെ. അവർക്ക് നല്ല പകരക്കാരെ അള്ളാഹു നൽകുമാറാവട്ടെ. മഹാനായ സൈനുൽ ഉലമയുടെ പിൻഗാമിയായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അധികാരമേറ്റെടുത്ത മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന് ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തെയും സമൂഹത്തെയും ശംസുൽ ഉലമയും സൈനുൽ ഉലമയും ഒക്കെ നയിച്ചത് പ്രകാരം നല്ല രീതിയിൽ നയിക്കുവാനും നമുക്ക് നേതൃത്വം നൽകുവാനും ഉസ്താദിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.